ഹായ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ നമസ്കാരം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. പിന്നെ ഞാനും ബവസും ചേച്ചിട്ടും ഇവിടെ അൽഹംദുലില്ലാ റാഹത്തായിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. ഞാൻ ഇത്രയും എൻ്റെ ഹസ്ബൻഡിന് ഞാനായിട്ട് ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ പണം കണ്ടിട്ടാണ് പുള്ളീനെ വിവാഹം കഴിച്ചത്. കാരണം പുള്ളി ഇല്ലെങ്കിലും എനിക്ക് ആ പണം കൊണ്ട് ജീവിക്കാമല്ലോ എന്നുള്ളൊരു സങ്കല്പത്തിലാണ്, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പുള്ളീനെ വിവാഹം കഴിച്ചത്. അല്ലാതെ സ്നേഹമായിട്ടൊന്നും അല്ല എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാലും അവരുടെ സംശയങ്ങൾക്ക് ഞാൻ ഇന്ന് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും പുള്ളിയുടെ പണം കണ്ടിട്ടല്ല ഞാൻ പുള്ളീനെ സ്നേഹിച്ചത്. ഞാൻ പുള്ളീനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയതുമല്ല. ഞാൻ അവിടെ പുള്ളിയുടെ അടുത്ത് ഞാൻ ജോലിക്കായിരുന്നു പോയത്. പുള്ളിക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. ഞാൻ പുള്ളീനെ ഒരുപാട് മാസങ്ങളോളം നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അങ്ങനെ നോക്കി ഞാൻ. അപ്പം തന്നെ എനിക്ക് അങ്ങോട്ട് തോന്നിയ ഒരു ഇതാണ് പുള്ളിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും പുള്ളിയുടെ പണം കണ്ടിട്ടല്ല ഞാൻ പുള്ളീനെ സ്നേഹിച്ചതോ പുള്ളീനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതോ ഒന്നും ഞാൻ പുള്ളിയുടെ പണം കണ്ടിട്ടില്ല. അന്ന് എനിക്ക് പണത്തിനോടൊന്നും ഒരു ആർത്തിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ കുവൈറ്റുകളുടെ അടുത്തുനിന്ന്, കുവൈറ്റി വീടുകളിൽ നിന്ന് രക്ഷപ്പെടണം, എന്തെങ്കിലും ഒരു ജോലി, മോളം നോക്കണം, ഉമ്മിച്ചിനെ നോക്കണം, ചെറിയൊരു വീട് വേണം, കേരളത്തിലൊരു വീട് വേണം, അങ്ങനത്തെ ഒക്കെ സ്വപ്നമായിരുന്നു. എനിക്കൊരു കുഞ്ഞിതായാലും മോളെയും ഉമ്മിച്ചിനെയും കൂടെ താമസിപ്പിക്കാൻ ഒരു വീട് വേണം. അല്ലാണ്ട് കുവൈറ്റ് വീട്ടിൽ നിന്ന് അന്ന് 40 ദിനാറാണ് അന്ന് എനിക്ക് ശമ്പളം. ആ 40 ദിനാറും അവർ തരില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 40 ദിനാറ് ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ജോലിക്ക് ഹൗസ് മെയ്ഡായിട്ട് തന്നെയാണ്, ജോലിക്കായിട്ടാണ് പോയത് ഞാൻ. അപ്പോൾ എന്നോട് ശമ്പളമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ പുള്ളി എനിക്ക് 100 ദിനാറ് വെച്ചിട്ടൊന്നും തന്നില്ല കുറച്ച് മാസങ്ങളിൽ. പിന്നെ പുള്ളിക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് പുള്ളി പൈസയൊന്നും നോക്കാതെ നാട്ടിലൊരു കുഞ്ഞ് വീട് മേടിച്ചു തന്നു. ഉമ്മിച്ചിനെ അങ്ങോട്ട് ഉമ്മിച്ചി കുവൈറ്റിലായിരുന്നു. ഉമ്മിച്ചി കുവൈറ്റിൽ ഒരു വീട്ടിലെ ഹൗസ് മെയ്ഡായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾക്കറിയാം അന്ന് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഞാൻ ഈ 1-2 വാക്ക് പറയണതിൽ പുള്ളി അത് തപ്പിപ്പിടിച്ചിട്ട് എടുത്തിട്ടാണ് പുള്ളി ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉമ്മിച്ചിനെ ഒരു കുഞ്ഞു വീടെന്ന് പറഞ്ഞാൽ ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാനന്തവാടി ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുഞ്ഞു വീടെടുത്തിട്ടാണ് ഉമ്മിച്ചീനെ തസ്നീനെ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ വീടെടുത്തത്. ആ വീടെടുത്ത സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പിടിച്ചോളാം. അതിന് മാത്രം വലിയ വീടൊന്നും അല്ല എടുത്തത്. അന്നത്തെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2.5-3 ലക്ഷം രൂപയുടെ വീടാണ് അന്ന് എടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും പുള്ളിയുടെ കയ്യിൽ പണം കണ്ടിട്ടോ പുള്ളിക്ക് വലിയ പൈസക്കാരനാന്ന് ഓർത്തിട്ടൊന്നുമല്ല പുള്ളീനെ കെട്ടിയത്. പുള്ളീനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ ദുആയേ ഉണ്ടായുള്ളൂ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം എന്നുള്ള ദുആയേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പുള്ളിയുടെ പണത്തിന് ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല. അതുമാത്രമല്ല, പുള്ളിക്ക് പണം ഉണ്ടായിരുന്നു, പുള്ളിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നല്ല പണം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ പണത്തിൽ ഒരിക്കലും ഞാൻ മോഹിക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറോ ഒന്നുമില്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ആ കുവൈറ്റ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടുക, ആ കുവൈറ്റുകളുടെ അടി കൊണ്ട് മടുത്തിട്ടുണ്ടായി ഞാൻ. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. കുറേ മാസം ജോലിക്ക് പോകാൻ പറ്റാതെ ആയി. അങ്ങനെ ഒരുപാട് പൈസ അവിടെ കുവൈറ്റിൽ തന്നെ, നിങ്ങൾക്കറിയാം കുവൈറ്റിലൊക്കെ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും കമ്പനിയിൽ നിന്ന് വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസ മാത്രമാണ് കമ്പനിയിൽ നിന്ന് കിട്ടുള്ളൂ. ബാക്കി മൊത്തം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ മാസങ്ങൾ ജോലി ഇല്ലാതിരുന്നപ്പോൾ കുറേ പൈസയൊക്കെ അങ്ങനെ ചിലവായി. നിങ്ങൾ കേരളത്തിലേക്ക് പോകണം. പിന്നെ പുള്ളിക്ക് അമേരിക്കയിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിനൊരു കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടെറിഞ്ഞ് പുള്ളി ഒരാളെ ഏൽപ്പിച്ചിട്ടായിരുന്നു പുള്ളി കുവൈറ്റിന് പോയത്. പുള്ളിക്ക് അങ്ങനെ അത് മാത്രമല്ല, പുള്ളിക്ക് വലിയ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളിക്ക് ഫാമിലി ഇല്ലായിരുന്നു. പുള്ളി ഒറ്റത്തടിയായിരുന്നു. പുള്ളി ശമ്പളം കിട്ടുന്നത് മറ്റുള്ളവരെയും സഹായിച്ച്
പിന്നെ അങ്ങനെ സമ്പാദിച്ച് ബാങ്ക് ബാലൻസ് അങ്ങനെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. എന്നാലും അങ്ങനെയൊന്നുള്ളൊരു ആഗ്രഹമുള്ള പുള്ളി അല്ലായിരുന്നു. അന്നന്ന് ജീവിക്കും, ബാക്കിയുള്ള പൈസ ആരെങ്കിലും ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യും, മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യും, കടം കൊടുക്കും, അങ്ങനത്തെ ഒക്കെ സ്വഭാവമായിരുന്നു. അപ്പം അമേരിക്കയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിരുന്നു പുള്ളി. അങ്ങനെ പുള്ളിയുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആളെ ഏൽപ്പിച്ചിട്ടാണ് പുള്ളി വന്നത്. പുള്ളി വന്ന് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരതൊക്കെ സ്വന്തമാക്കി. പിന്നെ പുള്ളി ചോദിക്കാനൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ അമേരിക്കയിൽ തിരിച്ച് വന്നപ്പോഴാണ് പുള്ളി വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു അവരെ, പക്ഷെ പൈസ ഒന്നും അയച്ചു കൊടുക്കാറില്ലായിരുന്നു. തിരിച്ച് വന്നപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് കേസ് കൊടുക്കുക, എല്ലാം പുള്ളിയുടെ എടുത്ത് എല്ലാ തെളിവുണ്ട്, അമേരിക്കയിലൊക്കെ എല്ലാ തെളിവുകളുണ്ടല്ലോ, കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിന് കേസിനും പുലിപാലിനൊന്നും പോകണ്ട, അതിന് എത്ര വർഷം നടക്കേണ്ടി വരും, അപ്പോൾ അത് അവരെടുത്തോട്ടെ, അവർക്ക് വേണമെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ വിട്ടു. പിന്നെ ബാക്കി ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ 50 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് വീടില്ലായിരുന്നു, വാടകയൊക്കെ കൊടുത്ത്, എനിക്ക് ജോലിയില്ലായിരുന്നു. അങ്ങനെ കുറേ പുള്ളിക്ക് ജോലിയില്ലായിരുന്നു. എന്തായാലും എടുത്താൽ തീരാത്ത ക്യാഷൊന്നും ആർക്കും ഇല്ലല്ലോ. ഞാൻ ഒരിക്കലും പുള്ളിയുടെ പൈസ മോഹിച്ചിട്ടല്ല ഞാൻ പുള്ളീനെ കല്യാണം കഴിച്ചതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളിക്ക് ക്യാൻസർ വന്നു. ആദ്യത്തെ സർജറിക്ക് തന്നെ പുള്ളിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പൈസയ്ക്കൊന്നും അത്ര ഇത് വന്നില്ല. പിന്നെ എനിക്ക് കുറേ നാൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പുള്ളീനെ നോക്കണം ഞാൻ. അപ്പോൾ സാലറി ഒന്നുമില്ല. അപ്പോൾ ഈ ബാങ്കിൽ ബാലൻസ് ഉള്ള ക്യാഷ് തന്നെയാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. എടുത്താൽ തീരാത്തതായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരിക്കലും പുള്ളിയുടെ പൈസ മോഹിച്ചിട്ടില്ല. പൈസ ഒരിക്കൽ പോയി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് പോലും ഞാൻ പുള്ളിയുടെ പൈസ മോഹിച്ചിട്ടില്ല. പുള്ളിക്ക് വേണ്ടി ദുആ ചെയ്യുക, പുള്ളിയുടെ ഹെൽത്ത്, പുള്ളിയുടെ കാര്യങ്ങളായിരുന്നു എനിക്ക് പ്രധാനം. പിന്നെ ഞാൻ വിചാരിച്ചില്ല പുള്ളി അമേരിക്കയിലേക്ക് എനിക്ക് വരാൻ പറ്റുമെന്ന്. ഞാൻ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ തന്നെ ലൈഫ് ഫുള്ള് ഞങ്ങൾ താമസിക്കുന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ആ സമയത്ത് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ മോമിനെ കാണണം, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കയറിപ്പോന്നു. എന്നെ കേരളത്തിലേക്കും കയറ്റി വിട്ടു. പുള്ളി അമേരിക്കയിലേക്കും കയറി വന്നു. 45 ദിവസം നിന്നിട്ട് വരുമെന്നും പറഞ്ഞാൽ വന്നത്. പക്ഷെ പുള്ളി 45 ദിവസം നിന്നില്ല. പുള്ളി ഇവിടെ വന്ന് വക്കീലിനെ കണ്ട് എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. പിന്നെ പുള്ളിക്ക് OCI കാർഡ് എടുത്തിട്ട് പുള്ളി ഒരു 20-25 ദിവസം ആകുമ്പോഴത്തേക്കും കേരളത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം എന്നെയും കൊച്ചിനെയും കാണാതെ നിൽക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്തും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്നോ ഞാൻ അമേരിക്കയ്ക്ക് വരുമെന്നോ. കാരണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. എന്തെങ്കിലും ഒരു യോഗ്യത വേണ്ട അമേരിക്കയിലൊക്കെ വരാൻ. പിന്നെ ഒരു യോഗ്യത ഉള്ള ഞാൻ പുള്ളിയുടെ ഭാര്യ എന്നുള്ളൊരു യോഗ്യത ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിസ കിട്ടി. അൽഹംദുലില്ലാഹ് ഞങ്ങൾ അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വന്നിട്ടും പുള്ളി എനിക്കും മക്കൾക്കും ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗ്ലാസ് പുള്ളിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്ലാസ് കോഫി വരെ പുറത്തുനിന്ന് പുള്ളി കുടിക്കില്ല. എനിക്കും മക്കൾക്കും തരാതെ ഒരു സാധനം കഴിക്കില്ല പുള്ളി. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയുള്ള ആളാണോ വലുത് അതോ പൈസയാണോ വലുത്? പിന്നെ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ ഞാൻ പുള്ളിയുടെ പണം നോക്കിയിട്ടാണ് പുള്ളീനെ കല്യാണം കഴിച്ചത്, പുള്ളി ഇട്ടിട്ട് പോയാലും പണം കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞത്. ആ കാലടി വീട്ടിലേക്ക് കെട്ടിച്ച സമയത്ത് എനിക്ക് 17 വയസ്സ്. അപ്പോൾ എൻ്റെ കെട്ടിയ ആൾക്ക് 45 വയസ്സുണ്ടായിരുന്നു. അതും ഞാൻ പണം നോക്കിയിട്ടായിരുന്നു കിട്ടിയത്? അത് എൻ്റെ വീട്ടുകാർ പണം നോക്കിയിട്ടായിരുന്നു കിട്ടിയത്? അല്ല. അങ്ങനെയൊന്നും ഒരു മനുഷ്യരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെക്കുറിച്ച് ആരായാലും പറയാൻ നിൽക്കരുത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അന്ന് എനിക്ക് പുള്ളിയോട് സ്നേഹം തോന്നാനും ഇഷ്ടം തോന്നാനും ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പെരുമാറ്റവും പുള്ളിയുടെ സത്യസന്ധതയും പുള്ളിയുടെ ആത്മാർത്ഥതയും പുള്ളിയുടെ സ്നേഹമൊക്കെ കണ്ടിട്ടാണ്. ഞാൻ ആരുമല്ല, ഞാൻ അവിടുത്തെ ഒരു സർവൻ്റായിട്ട് തന്നെ എന്നോടുള്ള പെരുമാറ്റവും എന്നോടുള്ള ആ ഒരു കെയർ കണ്ടിട്ടാണ് ഞാൻ പുള്ളീനോട് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചത്. ആ കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ചെയ്ത് പുള്ളിയുടെ പണം കണ്ടിട്ടല്ല ഞാൻ. പുള്ളിയുടെ ഏറ്റവും വലിയ പുള്ളിയുടെ സത്യസന്ധയായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത്രയും സത്യസന്ധയായ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കേരളത്തിലേക്ക് പോയി.
കേരളത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പുള്ളി എന്നെ അമേരിക്കയിൽ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെന്ന്. എൻ്റെ കുടുംബത്തിലെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഇനി 2 പിള്ളേരോടും കൂടെ ആകുമ്പോൾ ഈ കളവന് ഇട്ടിട്ട് പോകുമെന്ന് പലവരും പറയണ എൻ്റെ ചെവിയാലും എൻ്റെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാർ വരെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അങ്ങനെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഞാൻ പതറിയിട്ടില്ല. എനിക്ക് അതിലൊന്നും പതറേണ്ട ഒരു അവസ്ഥ പുള്ളി വരുത്തിയിട്ടില്ല. പുള്ളി ഇച്ചിരി പ്രായം ഉണ്ടെങ്കിലും എന്നെ പൊന്നു പോലെ ആ സമയത്ത് നോക്കി. പിന്നെ ബാബാസിനും ചേച്ചൂട്ടനും ജനിച്ചപ്പോൾ പുള്ളി എനിക്കും ബാബാസിനും ചേച്ചൂട്ടനും വേണ്ടിയിട്ടാണ് പിന്നെ പുള്ളി ജീവിച്ചത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒരിക്കലും ഒരാൾക്കും പണത്തെ മോഹിക്കാൻ പറ്റില്ല. ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, പുള്ളി എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് പുള്ളി ജീവിച്ചത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ക്യാൻസറിൻ്റെ രോഗം വന്ന് ഇത്രയും പൈസ ചിലവായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ പൈസയൊക്കെ എത്ര നാളത്തേക്കുണ്ട്? റബ്ബിന് അധികം നേരമൊന്നും വേണ്ട. പണമുള്ളവനെ പണമുള്ളവനെ ഇല്ലാത്തവനാക്കാനും ഇല്ലാത്തവനെ ഉള്ളവനാക്കാനും നിമിഷങ്ങൾ മതി റബ്ബിന്. അതുകൊണ്ട് ആരും പണമൊന്നും ആദ്യം മോഹിച്ചിട്ടൊന്നും കാര്യമില്ല. പടച്ച അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത് എന്താ? നമുക്ക് പണിയെടുക്കാനുള്ള ജോലി ചെയ്യാനുള്ള ആഫിയത്ത് തരണം, ആരോഗ്യം തരണം എന്നാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകണം. നമുക്ക് മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ഫാമിലിക്കോ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ഒരു സാഹചര്യം നമുക്ക് വരുത്തണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ദുആ അല്ലേ. നമ്മൾ വേറെ എന്തെങ്കിലും നമുക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് വേണം അല്ലെങ്കിൽ ഒരുപാട് കെട്ടിയിരിപ്പ് വേണമെന്ന് നമ്മൾ ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നില്ല. പിന്നെ കടയില്ലാതെ ജീവിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ദുആ ചെയ്യാം. പക്ഷെ എനിക്ക് ഒരുപാട് കട ഉണ്ട് കേട്ടോ. കടയില്ലാതെ ജീവിക്കുന്ന അമേരിക്കയിൽ കടയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പരമാവധി കടം വരുത്താതെ നമുക്ക് ജീവിക്കാം. പക്ഷേ അമേരിക്കയിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് സാധാരണക്കാർക്ക്, കോടീശ്വരന്മാർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്കിപ്പോൾ കട ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കോടീശ്വരന്മാരെ എനിക്കറിയാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള അറിയാം. അവർക്കൊന്നും കടമൊന്നുമില്ല, അവർക്കൊന്നും ഒരു ലോൺ വരെ ഇല്ല, ഒരു വണ്ടി വരെ ലോണല്ല. പക്ഷേ നമ്മളെ പോലെ സാധാരണക്കാർക്ക് അന്നന്ന് ജോലിക്ക് പോയി, എന്ത് ജോലിയായാലും ജോലിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തായാലും കട ഉണ്ടാവും, കടയില്ലാതിരിക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സമ്പാദ്യം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയേനെ. ശ്രമിച്ചിട്ടില്ല, സമ്പാദിക്കാൻ നോക്കിയിട്ടുമില്ല. അങ്ങനെ ഇപ്പം മാന്യമായിട്ടുള്ളൊരു ജോലിയുണ്ട്. പിന്നെ പാർട്ട് ടൈം ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹുവിനോട് ഇപ്പോൾ ഒറ്റ ദുആയേ ഉള്ളൂ, റബ്ബേ ആരോഗ്യം തരണം, ജോലി ചെയ്യാനുള്ള ആരോഗ്യ ആഫിയത്തും തരണം, മക്കളെ നോക്കാനുള്ള അങ്ങനെ തരണം മാത്രം ദുആ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. പിന്നെ എൻ്റെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും വേണ്ടി ഒരുപാട് ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും വേണ്ടി ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്കും വേണ്ടി ഞാൻ ഒരുപാട് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. നല്ലത് മാത്രം വരട്ടെ എന്നുള്ള ദുആ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദുആ ഉണ്ടാവും. നമുക്കതല്ലേ കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായി. പിന്നെ പറഞ്ഞു വരുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്തുകൊണ്ട് മറന്നു പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനും ഒരുപാട് വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വരാം. എല്ലാവരോടും ഞാൻ വീണ്ടും എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ഞാൻ വീണ്ടും വരാം കേട്ടോ. എല്ലാവരോടും ബൈ.